ഹായ് ഫ്രണ്ട്സ്, ഈ മിന്നാമിനിങ് പോലെ ഭംഗിയുള്ള പൂക്കൾ നിങ്ങൾ കണ്ടോ? ഈ പൂക്കളുണ്ടാകുന്ന ചെടിയുടെ പേരാണ് കോറിയോപ്സിസ്. അമേരിക്ക, കാനഡ പോലുള്ള യൂറോപ്യൻ കൺട്രീസിൽ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു ചെടിയാണിത്. എന്നാൽ ഇന്ന് ഈ ചെടി നമ്മുടെ പല വീടുകളിലും നന്നായിട്ട് വളരും പൂവിടുകയും ചെയ്യുന്നുണ്ട്. ഞാൻ ഈ ചെടി ആദ്യമായിട്ട് കാണുന്നത് എൻ്റെ കടയുടെ അടുത്തുള്ള ഒരു നഴ്സറിയിലാണ്. ചട്ടിയോടുകൂടി 200 രൂപയ്ക്ക് വാങ്ങിച്ച ചെടി ആദ്യത്തെ ദിവസം എൻ്റെ കടയുടെ ഫ്രണ്ടിൽ വെച്ചപ്പോൾ എല്ലാവർക്കും ഒരു കൗതുകമായിരുന്നു. പിന്നീട് അത് വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ പിള്ളേർക്കൊക്കെ അതിൻ്റെ കൂടെ ഒന്ന് ഫോട്ടോ എടുക്കണം. അന്നെടുത്ത ഫോട്ടോ മൊബൈലിൽ കിടന്നതാണിത്. ഒരു സെപ്റ്റംബർ മാസമാണ് എൻ്റെ വീട്ടിൽ ഈ ചെടി എത്തുന്നത്. എന്താ ഈ ഒറ്റ ചെടിയിൽ നിന്ന് ഈ കാണുന്ന പോലെ ഇത്രയും ചെടികളും പൂക്കളൊക്കെ എങ്ങനെയാണ് ഉണ്ടായെന്നുള്ളതും അതിൻ്റെ പ്രൊപ്പഗേഷനും കെയറിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഞാൻ പറയുന്നത്. ഈ വീഡിയോ കാണാൻ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും. ഫേസ്ബുക്കിലാണ് കാണുന്ന പേജ് ഒന്ന് ഫോളോ ചെയ്യുകയും ചെയ്യണേ. അങ്ങനെ നിറച്ച് പൂത്തുന്ന ചെടിയുടെ പൂവുകളൊക്കെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ വാടാൻ തുടങ്ങി. വൈഫ് അവളുടെ വീട്ടിൽ പോയ ഒരു ദിവസം ഇവിടുന്ന് കുറച്ച് ഉണങ്ങിയ പൂക്കൾ പറിച്ച് അവിടെ കൊണ്ടുപോയി അത് പാകി വെച്ചു. അങ്ങനെ ആ പാകിയത് മുളച്ച് കുറച്ച് തൈകളുണ്ടായി കിട്ടി. അപ്പോഴത്തേക്കും നമ്മുടെ വീട്ടിലുള്ള ചെടി ഉണങ്ങിപ്പോയായിരുന്നു. ഉണങ്ങിയ ചെടിയിൽ നിന്ന് വിത്തുകൾ പറിച്ച് പാകിയെങ്കിലും എനിക്കത് മുളച്ച് കിട്ടിയില്ല. അങ്ങനെ വൈഫിൻ്റെ വീട്ടിൽ മുളച്ച് കിട്ടിയതിൽ നിന്ന് ഒരു തൈ കൊടുന്ന് ഞാൻ നട്ടുപിടിപ്പിച്ചു. ആ ഒരു തൈയിൽ നിന്നാണ് ഇന്ന് കാണുന്ന ചെടികളും ഭംഗിയുള്ള പൂക്കളൊക്കെ ഉണ്ടായിരിക്കുന്നത്. എന്നാൽ നമുക്ക് അതിൻ്റെ കൂടുതൽ തൈകൾ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഇതിൻ്റെ തൈകൾ ഉണ്ടാക്കാനായിട്ട് പൂവുണങ്ങുമ്പോൾ കിട്ടുന്ന സീഡാണ് ഉപയോഗിക്കുന്നത്. അതിന് ചെടി നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുമ്പോൾ തന്നെ അതിൽ നിന്ന് ഉണങ്ങണ പൂവുകൾ പറിച്ച് അപ്പം തന്നെ പാകണം. കുറച്ച് ദിവസം ചേർന്നിട്ടുണ്ടെങ്കിൽ അത് കേടായി പോകുന്നതായിട്ടാണ് ഞാൻ കണ്ടേക്കണത്. ഞാൻ അതുപോലെ 1-2 ആൾക്കാർക്ക് അത് പോസ്റ്റിൽ അയച്ചു കൊടുത്തായിരുന്നു. അവർക്കും അത് മുളച്ച് കിട്ടിയില്ല എന്നാണ് പറഞ്ഞത്. ഇതുപോലുള്ള വിത്തുകൾ പറിച്ച് നമുക്ക് പാകാം. ഞാൻ ഒരു പരീക്ഷണാർത്ഥം ഇത് പൊടിയായിട്ടുള്ള മണലാണ്, തോടിൻ്റെ സൈഡിലേക്ക് വന്നടിയാണ് മണലാണ്. ഇതിൻ്റെ അകത്ത് പാകി നോക്കി. പാകിയപ്പോൾ ഒരാഴ്ച കൊണ്ട് വിത്തുകളെല്ലാം മുളച്ചു വന്നു. പക്ഷേ പൊടിമണലിൽ അതിൻ്റെ വേരുകൾ ഉറച്ച് നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് അത് ചെരിഞ്ഞു പോയിട്ട് മിക്ക തൈകളും നഷ്ടപ്പെടുകയാണ് ചെയ്തത്. നനയ്ക്കുകയൊക്കെ ചെയ്യുമ്പോൾ ചെടി മറിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് മണ്ണും ചകിരിച്ചോറും മണലൊക്കെ ചേർന്ന് ഒരു മിക്സിയിൽ നട്ടു നോക്കി. അതിനകത്ത് കുഴപ്പമില്ലാതെ നല്ല രീതിയിൽ ചെടി പെട്ടെന്ന് വളർന്നു വന്നു. മഴയൊന്നും നനയാതെ സൈഡിലൊരു തണലത്ത് വെച്ച് ചെറിയ നനയ്ക്കും കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് മുളച്ച് കിട്ടിക്കോളും. പിന്നെ ഈ ഗ്രോ ബാഗിലേക്ക് വന്ന തൈകളുണ്ടോ, ഇത് വെയിൽ കാരണം ഉണങ്ങിപ്പോയതാണ്ടോ. 2 ദിവസം നനയ്ക്കാൻ പറ്റില്ല, വേറെ ചെടികളുടെ ഇടയിൽ ഇരിക്കുമായിരുന്നു. ഇത് വേറൊരു ചെടി എന്ന ഗ്രോ ബാഗാണ്. ആ ചെടി ഉണങ്ങിപ്പോയപ്പോൾ ആ മണ്ണ് ഇളക്കിയിട്ട് കുറച്ച് വിത്തുകൾ ഇതിൻ്റെ അകത്ത് ഇട്ടായിരുന്നു. ആ വിത്തുകൾ മുളച്ചതെന്നാണ് ഇത്. അത് നല്ല മഴയുള്ള സമയത്ത് മഴയും വെയിലൊക്കെ ആയിട്ടിട്ടാണ് മുളച്ചത്. നമ്മളതിൻ്റെ അകത്ത് ഉപയോഗിച്ച പോട്ട് മിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മണ്ണും ചകിരിച്ചോറും ആകും. അപ്പോൾ വിത്തുകൾ മുളച്ചിട്ടാൽ വലിയ പാടൊന്നുമില്ല. നമ്മൾ എന്താ ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ ഒരുപാട് ദിവസം വയ്ക്കാതെ പറിച്ച് അപ്പം തന്നെ പാകുക. ചെടിയിൽ നിന്ന് ഒരുപാട് ഉണങ്ങിപ്പോകണതിന് മുമ്പ് ജസ്റ്റ് പൂവൊന്ന് വാടി തുടങ്ങുമ്പോൾ തന്നെ പറിച്ചിട്ട് പാകിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ തൈകളുണ്ടായി കിട്ടും. മുളച്ച തൈകൾ പറിച്ചിടാനായിട്ട് നമുക്ക് 8 ഇഞ്ചിൻ്റെയോ അല്ലെങ്കിൽ 10 ഇഞ്ചിൻ്റെയോ പോട്ടുകൾ ഉപയോഗിക്കാം. പോട്ടിൻ്റെ വലിപ്പം അനുസരിച്ചാണ് തൈകൾക്ക് വലിപ്പം വയ്ക്കുന്നത്. നമ്മൾ ചെറിയ പോട്ടിൽ നട്ടുവെക്കുന്നുണ്ട്, അപ്പോൾ ചെറിയ തൈകളായിട്ടാണ് അത് വളർന്നത്. വേരൊന്നും പോകാതെ പറിച്ചെടുത്ത തൈ നമുക്ക് ഒരു ഇളക്കമുള്ള മണ്ണിലേക്ക് നട്ടുവെക്കാം. ചകിരിച്ചോറും മണ്ണും ചാണകപ്പൊടിയും ചേർത്തൊരു മണ്ണിലേക്ക് ഒരുപാട് താഴ്ത്തി നടാതെ ആ വേര് മാത്രം അടിപ്പോകാൻ പാകത്തിന് ഇങ്ങനെ നട്ടുകൊടുത്താൽ മതി. എന്നിട്ടൊന്ന് നനച്ചു കൊടുക്കാം. നല്ല വെയിലുള്ള സമയത്ത് രാവിലെ വൈകുന്നേരം അതിന് നന കൊടുക്കുന്നത് നല്ലതാണ്. ഈ ചെടി ഞാൻ മഴയത്ത് വെച്ച് നോക്കിയിട്ടുണ്ട്, എന്നിട്ട് അതിനൊരു കുഴപ്പം പറ്റിയിട്ടില്ല. നന്നായിട്ട് പൂവുണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഈ ചെടി ചെറുതായിരിക്കുമ്പോൾ ചെടിച്ചട്ടിയിലെ ഇലകളൊക്കെ പരന്നാണ് ഇങ്ങനെ നിൽക്കുന്നത്. അത് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ മുകളിലേക്ക് സ്റ്റെമ്പുകൾ ഇങ്ങനെ പൊങ്ങി വരും. ആ സ്റ്റെമ്പുകളിലാണ് പൂമുട്ടുകൾ ഉണ്ടായി ആ പൂ വിരിയുന്നത്. ഒന്നിച്ച് പൂക്കൾ ഉണ്ടാകാനായിട്ട് നമുക്ക് എല്ലോടിയൊക്കെ ഇട്ട് കൊടുക്കാം, ഫ്ലവർ ബൂസ്റ്ററായിട്ട്. അതുപോലെ ചാണകപ്പൊടി നമുക്ക് വളമായിട്ട് ഇട്ട് കൊടുക്കാം. വേറെ രാസവളങ്ങളൊന്നും ചെയ്ത് കൊടുക്കാതിരിക്കണതാണ് നല്ലത്. പ്രത്യേകിച്ച് വളത്തിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ നമ്മുടെ വീട്ടിൽ ഇഷ്ടംപോലെ പൂക്കൾ ഇതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു. അങ്ങനെ നന്നായിട്ട് പൂക്കളൊക്കെ ഉണ്ടായി നിന്നിട്ട് ഈ ചെടി പയ്യെ നശിക്കാൻ തുടങ്ങും. നശിക്കാനുള്ള കാരണം ഒരു പക്ഷേ ഇതിൻ്റെ അകത്ത് ഉണ്ടാവുന്ന കീടബാധയാവാം. മെയിനായിട്ടുണ്ടാവുന്ന കീടബാധ എന്ന് പറഞ്ഞാൽ മീലി ബഗ്ഗാണ്. ഒരു ചെടിയിൽ വന്നിട്ടുണ്ടെങ്കിൽ ഉറുമ്പുകൾ അതിനെ മറ്റു ചെടികളിലേക്ക് എത്തിക്കും. അപ്പോൾ നമ്മൾ ആദ്യം കാണുമ്പോൾ തന്നെ അതിനെ ഒഴിവാക്കാനുള്ള മാർഗ്ഗങ്ങൾ നോക്കണം. കുറച്ചൊക്കെ ഉള്ളെങ്കിൽ നമുക്ക് നനയ്ക്കണ ഓസിൽ നിന്ന് വെള്ളം നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ പൊക്കോളും. കൂടുതലൊക്കെ ആണെങ്കിൽ നീം ഓയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും രാസകീടനാശിനി എന്താണെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. ഞാനിവിടെ എക്സോഡസ് എന്ന് പറഞ്ഞ ഓർഗാനിക്കായിട്ടുള്ളൊരു ഇൻസെക്ടിസൈഡാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കുഴപ്പമില്ലാത്ത റിസൾട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ചെടീനെക്കുറിച്ച് ഒരുവിധം എനിക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ഇനിയുള്ള വീഡിയോകൾ കാണുകയും ചെയ്യണം. മലയാളത്തിൽ പേരില്ലാത്ത ഈ ചെടീനെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഞങ്ങളുടെ വീട്ടിൽ മിന്നാമിന്നി ചെടി എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കും വേണമെങ്കിൽ അങ്ങനെയൊക്കെ വിളിക്കാം കേട്ടോ. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി. പുതിയ തൈകളുണ്ടായി വരുമ്പോൾ അതിൻ്റെ അകത്തുണ്ടാകുന്ന പൂവിന് വെറൈറ്റി കളറുകൾ കിട്ടാൻ ചാൻസ് ഉണ്ട്. ക്രോസ് പോളിനേഷൻ നടക്കുന്ന മൂലമാണ് അങ്ങനെ സംഭവിക്കുന്നത്. അങ്ങനെ ഞങ്ങളുടെ വീട്ടിൽ ഒരു ചെടിയിൽ നിന്നുണ്ടായ തൈകളിൽ തന്നെ 2-3 കളർ ഉണ്ടായി കിട്ടിയിട്ടുണ്ട്.